നമസ്കാരം. ഇന്ത്യ വേഴ്സസ് സിംബാബ്വേയുടെ ടോസ് ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങും. സിംബാബ്വേക്കാണ് ടോസ് കിട്ടിയത്. സിംബാബ്വെ ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. രവിശാസ്ത്രിയാണ് ടോസ് മാനേജ് ചെയ്തത്. ആ സമയത്ത് സൂര്യകുമാർ യാദവ് ചിരിച്ചുകൊണ്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പുറത്ത് സിക്കന്ദർ റാസയും ഉണ്ട്. മലയാളികൾ വിശ്വസിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ തന്നെ 2 ചേഞ്ചസ് സഞ്ജു സാംസൺ ടീമിലേക്ക് വരുന്നു. റിങ്കു സിംഗിന് പകരം മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് അക്സർ പട്ടേൽ വരുന്നു. വാഷിംഗ്ടൺ സുന്ദറിന് പകരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, പ്രെഡിക്റ്റ് ചെയ്തിരുന്നതിനാണ്. അതുതന്നെയാണ് 2 ചേഞ്ചസുമായിട്ട് ഇന്ത്യ ഇറങ്ങുന്നു. പക്ഷേ ഒരു സർപ്രൈസിംഗ് ഫാക്ടർ സഞ്ജു സാംസൺ കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇഷൻ കിഷൻ അവിടെ നിൽക്കെ സഞ്ജു സാംസണ് കീപ്പിംഗ് ഗ്ലൗസ് കൊടുക്കുമോ എന്നുള്ളത് സംശയമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് വളരെയധികം ശക്തമായ പ്രാക്ടീസ് സെഷൻ നടന്നിരുന്നു. അതിൽ സഞ്ജു 1.5 മണിക്കൂറുകളോളം കീപ്പിംഗ് ഗ്ലൗസിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ മുതൽ തുടങ്ങിയ സംശയമാണ് സഞ്ജു ആണോ കീപ്പ് ചെയ്യുന്നത്. ആ സംശയങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രവിശാസ്ത്രി സൂര്യകുമാർ യാദവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, സഞ്ജു സാംസൺ തന്നെയാണോ കീപ്പ് ചെയ്യുന്നത്? അതെ, സഞ്ജുവിൻ്റെ കയ്യിലായിരിക്കും ഗ്ലൗസ് എന്ന് സൂര്യകുമാർ യാദവ് മറുപടി പറയുന്നു. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിൽ വെച്ച് ഞാൻ ആർക്ക് പകരം സഞ്ജുവിനെ ഇറക്കണമോ, അഭിഷേക് ശർമ്മയ്ക്ക് പകരമാണോ തിലക് വർമ്മയാണോ പകരമാണോ എന്ന് കളിയാക്കി പുച്ഛിച്ച് ചോദിച്ച അതേ സൂര്യകുമാർ യാദവിൻ്റെ നാവ് കൊണ്ട് 4 ദിവസങ്ങൾക്കിപ്പുറം സഞ്ജു സാംസൺ ടീമിലേക്ക് ഇടം നേടുന്നു. രാജകീയമെന്നോ അല്ലെങ്കിൽ കർമ്മയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ എന്നാൽ പോലും സന്തോഷമാണ്. ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ത്യ തന്നെയാണ് ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. ആദ്യം സഞ്ജു തന്നെയായിരിക്കും ഓപ്പണിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ വേറെ തർക്കമൊന്നുമില്ല. ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡർ പുറത്തു വരുമ്പോൾ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇന്നർ 3-ലാണ് ഇഷൻ കിഷൻ്റെ സ്ഥാനം. അപ്പോൾ ഇഷൻ കിഷൻ സഞ്ജുവിന് വേണ്ടി ഒരു പടി താഴെ ഇറങ്ങാൻ പോവുകയാണ് എന്നതും വ്യക്തമായിരിക്കുന്നു. സഞ്ജു 8 പന്തുകളിൽ നിന്നും 22 റൺസ് അതാണ് നമീബിയക്കെതിരെ സ്കോർ ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ ഒരു മികച്ച സ്കോർ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തവണ ഉണ്ടാകുമെന്നാണ് വലിയ പ്രതീക്ഷ. എന്തായാലും നമ്മൾ വിശ്വസിച്ചതുപോലെ തന്നെ റിപ്പോർട്ട്സ് പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. റിസ്ക് എടുക്കാൻ ഇന്ത്യൻ ടീം തയ്യാറാവുന്നില്ല. തിളങ്ങാത്ത ടോപ്പ് ഓർഡറിനെ തിളക്കമാർന്ന ടോപ്പ് ഓർഡർ ആക്കാൻ സഞ്ജു സാംസൺ ഗ്ലൗസും പാഡും അണിഞ്ഞ് രാത്രി 7 മണിക്ക് തന്നെ ചെന്നൈയിൽ ഇറങ്ങും. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹോം ഗ്രൗണ്ട് കൂടിയാണ്. ഇത്തവണത്തെ IPL ഹോം ഗ്രൗണ്ടായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട് MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ ചെപ്പാക്ക്, അതിന് മുന്നോടിയായി നടക്കാൻ പോകുന്ന മത്സരം. അതുകൊണ്ട് തൻ്റെ ആരാധകർ, തൻ്റെ ഹോം ഗ്രൗണ്ടിൽ ആരാധകരുടെ മുന്നിലാണ് സഞ്ജു കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വികാരമുണ്ട്. സഞ്ജു സാംസൺ ടീമിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ആരവം ചിദംബരം സ്റ്റേഡിയം ഒട്ടാകെ തന്നെ കുലുങ്ങുന്ന ആരവമാണ് ഉണ്ടാവുന്നത്. സാധാരണയായി വിരലിൽ ഉണ്ടാവുന്ന പ്ലെയേഴ്സിന് മാത്രം കിട്ടുന്ന ഈ ഒരു സപ്പോർട്ടും ആരാധനയും സഞ്ജുവിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്നത്തെ ടോസ് ടൈമിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സിംബാബ്വേയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവർ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. സൂര്യകുമാർ യാദവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ബാറ്റിംഗ് തന്നെയാണ് തിരഞ്ഞെടുക്കാനിരുന്നത് എന്നത് തന്നെയാണ്. എന്തായാലും 2 ടീമുകളും ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ സിംബാബ്വേയുടെ മുന്നിലുള്ള ലക്ഷ്യം ഇന്ത്യയെ വലിയൊരു സ്കോറിലേക്ക് കൊണ്ടെത്തിക്കാതെ താഴെ തളയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്കാവട്ടെ ഏറ്റവും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. 200-220 മുകളിൽ സ്കോർ വെച്ചിട്ട് സിംബാബ്വെ തളയ്ക്കുക. ഒരു 180 റൺസിന് ജയിച്ചു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റ് ഒക്കെ ശരവേഗത്തിൽ പോകും. എന്തായാലും സൗത്ത് ആഫ്രിക്ക മത്സരം ജയിച്ചതുകൊണ്ട് തന്നെ നെറ്റ് റൺ റേറ്റിന് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം ടോപ്പ് ഓർഡർ തിളങ്ങുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 5 മത്സരങ്ങളിലും തിളങ്ങാത്ത ടോപ്പ് ഓർഡർ സഞ്ജുവിലൂടെ തിളങ്ങുമോ എന്നതും കൂടി ഉറ്റുനോക്കുകയാണ് എല്ലാവരും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ടോസ് ടൈമിൽ നിന്നുള്ള അപ്ഡേറ്റ് ഇതാണ്. സഞ്ജു സാംസൺ ടീമിലേക്ക് വരുന്നു. അക്സർ പട്ടേൽ ടീമിലേക്ക് വരുന്നു. പകരമായി ഒഴിഞ്ഞു പോകുന്നത് റിങ്കു സിംഗും വാഷിംഗ്ടൺ സുന്ദറുമാണ്. റിങ്കു കളിക്കുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും കാത്തിരിക്കാം സഞ്ജുവിന് എന്തൊരു പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെക്കാൻ കഴിയുക എന്നുള്ളത്. തിളങ്ങും എന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.